ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ടയർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെഡ് ബീ കേക്കാണ്, കസ്റ്റമൈസ്ഡ് കേക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവരും ക്ഷമിച്ചൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാനില സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 എഗ്ഗ് എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്പഞ്ച് നല്ല ഹൈറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഫ്ലോർ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചും 5 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ 1/2 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പൊടിയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴയതുപോലെ തന്നെ നമ്മൾ വാനില സ്പഞ്ചിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലോർ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ബാറ്ററിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി 2 കോഴിമുട്ട എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഫ്ലോർ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക്
ബട്ടർ മിൽക്ക് കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഇനി ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മാജിക് കളറിൻ്റെ റെഡാണ് എടുത്തിട്ടുള്ളത്. അത് 2 ഡ്രോപ്സ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ സ്പഞ്ച് എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് വാനില സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ക്രീം എല്ലാവിടെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ്സ് ആയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് എല്ലാവിടെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. സ്പഞ്ച് വയ്ക്കുമ്പോൾ ലെവൽ കറക്റ്റ് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ക്രം കോട്ടിങ് ചെയ്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ കേക്കിന് ഞാൻ ഐസിങ് ചെയ്തിട്ടുള്ളത് പിങ്ക് കളറ് വെച്ചിട്ടാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു 4 മണിക്കൂർ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഇതിനെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് 5 ഇഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പഞ്ച് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ വാനില സ്പഞ്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതും അതുപോലെ തന്നെ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് ഫുൾ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീമിൽ ബ്ലൂ കളറ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നല്ല ഫിനിഷിങ് കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രഷ് കൊണ്ടുള്ള ഡിസൈനാണ് ഇതിലേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതുപോലെ ബ്രഷ് കൊണ്ട് നമുക്കൊന്നിങ്ങനെ മുകളിലേക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കാം.
ഇനി ഈ 2 കേക്കും നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവണം. ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റായി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റെങ്കിലും മാക്സിമം വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കണം കേട്ടോ ഈ 2 കേക്കും. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇതാ അവിടെ 2 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റത്തെ ടയർ വെച്ച് കൊടുക്കുകയാണ്. ടയർ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവൽ നോക്കിയിട്ട് വേണം, പൊസിഷനും നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വേറെ ടയർ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്തോ ക്രീമൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഐസിങ് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്ത് ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ, നോസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം ഒരു 5-6 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. താഴ്ന്നു പോവുക, കുഴിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് കൂടി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള റോസ് ഫ്ലവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തണ്ടിൻ്റെ അവിടെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം വേണം നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നന്നായി കഴുകിയ ശേഷം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ടാപ്പ് ഒട്ടിച്ച ശേഷം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഞാനിവിടെ ഗോൾഡൻ കളറിൻ്റെ ഷുഗർ ബോൾസ് കൂടി ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള റോസ് ഫ്ലവർ കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 ടയർ റെഡ്ബി കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി 2 ടയർ കേക്ക് വരുമ്പോൾ ആരും തന്നെ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടാവണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് വെക്കാനും മറക്കരുത്. പ്രത്യേകം കസ്റ്റമറിനോട് പറയുകൂടി വേണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.